നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ മൊത്തം, പ്രത്യേകിച്ച് എക്സിലൊക്കെ, സിറ്റിക്ക് ആരുടെ ശാപമാണ് കിട്ടിയത് എന്നുള്ള അന്വേഷണത്തിലാണ്. ഇപ്പം എല്ലാവരും കണ്ടെത്തിയിരിക്കുന്നത് സിറ്റിയെ ശപിച്ചത് റിച്ചാർലിസനാണത്രേ. കഴിഞ്ഞ ബാലൻ ഡിയോർ പുരസ്കാരം വിനി ജൂനിയർക്ക് അർഹതപ്പെട്ടതായിരുന്നെന്നും അത് അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നാൽ അത് ശരിയാവില്ല, അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങളൊക്കെ പിടിവിട്ടു പോകും, അതായത് വിനിക്ക് കൊടുക്കാതിരുന്നാൽ കാര്യങ്ങളാകെ തകിടം മറിയും എന്ന് റിച്ചാർലിസൺ ശപിച്ചത്രേ. ആ ശാപത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ സിറ്റി അനുഭവിക്കുന്നത് എന്നാണ് കണ്ടെത്തൽ. അന്ന് CNN ഒക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്തിരുന്നു. പല വെബ്സൈറ്റുകളും അത് പിന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് റിച്ചാർലിസൺ പറഞ്ഞതായിട്ട് വരുന്ന റിപ്പോർട്ട്, ഇഫ് വിനി ഡസൻറ്റ് വിൻ സിറ്റി ഈസ് ഗോണ ഗോ ഡൗൺ എന്നായിരുന്നു. സോ അതൊരു ശാപവാക്കാണെന്നും അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നതുമെന്നുമാണ് പറയപ്പെടുന്നത്. ഇതിലൊന്നും ആരും വിശ്വസിക്കില്ല, ശരിയാണ്. പക്ഷേ ഇതൊരു തമാശ രൂപത്തിൽ ഇപ്പോൾ വീണ്ടും പൊങ്ങി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചോദ്യം അവിടെ ഉണ്ടല്ലോ, എന്തു പറ്റി ഈ സിറ്റിക്ക്? ബാലൻ ഡിയോർ റോഡ്രി നേടിയതിന് ശേഷം സിറ്റി കളിച്ച 12 കളികളിൽ നിന്ന് 9 അവർ പൊട്ടിയിരിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റി ഹാവ് ലോസ്റ്റ് 9 ഓഫ് ദെയർ 12 കോമ്പറ്റീറ്റീവ് ഗെയിംസ് സിൻസ് റോഡ്രി വൺ ദി ബാലൻ ഡിയോർ എന്നാണ് കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. അതിൽ 1 കളി ജയിച്ചു, 2 കളി സമനില, ബാക്കി 9 പൊട്ടി. ഈ പൊട്ടലിനൊരു അവസാനമില്ലേ? റോഡ്രി ഇല്ലാത്തത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബാലൻസിനെ ബാധിച്ചിട്ടുണ്ട്. മധ്യനിരയിൽ അദ്ദേഹത്തിൻ്റെ വിടവ് വലുതാണ്, സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ പൊട്ടി തകരാമോ? പെപ്പിനെ പോലുള്ളൊരു കോച്ചിന് ഈ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലേ? ഓരോ കളി വരുമ്പോഴും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതാണ്. പെപ്പിന് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിയും, അടുത്ത കളിയിൽ മാറ്റമുണ്ടാകുമെന്നാണ്. പെപ്പ് പറയുന്നത് തൻ്റെ കളിക്കാരെ പൂർണ്ണമായിട്ടും തിരികെ കിട്ടിയതൊക്കെ മാറും, പരിക്കാണ് വില്ലനെന്നാണ്. ശരി, പരിക്ക് വില്ലനാണ്, സമ്മതിക്കുന്നു. പക്ഷെ പെപ്പിനെ പോലൊരു താരത്തിന്, ഒരു കോച്ചിന് അതിൻ്റെ പരിഹാരം കാണാൻ കഴിയില്ലേ? നോക്കുക, റയൽ മാഡ്രിഡിൽ പരിക്കിന്മേൽ പരിക്കാണ്. ഒരാളൊന്ന് 2 കാലം നിൽക്കുമ്പോൾ അടുത്ത ആൾ വീഴുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടും ഇതേ രൂപത്തിൽ പൊട്ടി തകരുന്നില്ലല്ലോ റയൽ മാഡ്രിഡ്. ആഞ്ചലോട്ടിയും പെപ്പും ഒക്കെ ഒരേ വേവ് ലെങ്ത്തുള്ള കോച്ചുമാരാണെന്നല്ലേ നമ്മൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് സിറ്റിയുടെ പ്രശ്നം? ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ റിച്ചാർലിസൺ വല്ല കൂടോത്രവും ചെയ്തോ? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.